2 ഓഫ് ആ ഫ്ലിപ്പ് ഓപ്ഷൻ. അതെങ്ങനെ പോയി നോക്കാം. അപ്പോൾ ഡേ 2 നമ്മൾ ഫോളോ ചെയ്യുന്നത് ബാക്കിലേക്കുള്ള മൂവ്മെൻറ്റ്സ് ആണ്. ബാക്ക് ഹാൻഡ് സ്പ്രിങ്, അതുപോലെ മക്കാക്കു, ഫൈനലി ഫ്രണ്ട് ഫ്ലിപ്പാണ് നമ്മൾ ലാസ്റ്റ്ലി ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ബാക്കിലേക്കുള്ള ഫിയർ പോകാൻ വേണ്ടിയാണ് നമ്മൾ മക്കാക്കു എന്ന സ്റ്റാർട്ടിങ് മൂവ്മെൻറ്റ് പഠിക്കുന്നത്. എല്ലാവരും ലെവൽ 1 എന്തായാലും 100% ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിന് തന്നെ നമ്മൾ കുറച്ച് പേരെ കൊണ്ട് അഡ്വാൻസ്ഡ് ആയ ബാക്ക് ഹാൻഡ് സ്പ്രിങ് ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് പേര് പേടിയെല്ലാം മാറ്റി വെച്ചിട്ട് ബാക്ക് ഹാൻഡ് സ്പ്രിങ് ഫുള്ള് പ്രോപ്പറായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പേടിയില്ലാതെ ഒറ്റയ്ക്ക് ബാക്കിലേക്ക് അടിച്ച ആ ഒരു കോൺഫിഡൻസ് നമ്മൾ ആ ഒരു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തു. കുറേ പേര് മുന്നോട്ടേക്ക് വന്നു ഒറ്റയ്ക്ക് ട്രൈ ചെയ്തു. അതിൽ കുറേ പേർക്കൊക്കെ ആ ഒരു പേടിയും എങ്ങനെയാണ് ആ പേടി കൺട്രോൾ ചെയ്യുക അങ്ങനെ ഒരു ഐഡിയ കിട്ടും. ഫൈനലി അവർ കോൺഫിഡൻ്റായി മുന്നോട്ടേക്ക് വന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് അവർക്ക് അറിയുന്ന ഒറ്റയ്ക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി. അതിനുശേഷം നമ്മൾ ചെയ്തത് ഫ്രണ്ട് ഫ്ലിപ്പാണ്. ഫ്രണ്ട് ഫ്ലിപ്പിൻ്റെ ഒരു ബേസിക് ഐഡിയ കൊടുത്തിട്ടാണ് നമ്മൾ സെക്കൻഡ് ഡേ വൈൻഡ് അപ്പ് ചെയ്തത്. അപ്പോൾ അതൊന്ന് കണ്ടു.